നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 510th ഡേ. ടുഡേ ശ്രീമദ് മഹാഭാഗവത പ്രഥമസ്കന്ധ ഫസ്റ്റ് ചാപ്റ്റർ 4th ശ്ലോകം. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 510ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്താരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം 1ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഓം തത്സത്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഓം തത്സത്. നൈമിഷം എന്ന് പേരായ അനിമിഷേക്ഷ ക്ഷേത്രം, അതായത് ശ്രീ ഹരി ഭഗവാന്റെ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകാദയന്മാർ, ഋഷികളായിട്ടുള്ള ശൗനകാദയന്മാർ സ്വർഗായ എന്ന് പറഞ്ഞാൽ സ്വർഗായ ലോകായ, സ്വർഗായൻ എന്ന് പറഞ്ഞാൽ ശ്രീഹരി. ആരാണോ സ്വർഗത്തിലുള്ളവർ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആ ശ്രീഹരിയുടെ പ്രാപ്തിക്കായിക്കൊണ്ട് സഹസ്ര വർഷമായിട്ടുള്ള സഹസ്ര വത്സരം നടത്തേണ്ടതായ ഒരു സത്രം ആരംഭിച്ചു. അതായത് നൈമിഷ അരണ്യത്തിൽ, നൈമിഷേ നിമിഷക്ഷേത്രി എന്ന് പറഞ്ഞാൽ നൈമിഷാരണ്യത്തിലാകുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ. അനിമേഷം എന്ന് പറഞ്ഞാൽ ശ്രീ മഹാവിഷ്ണുവാണ്. നൈമിഷം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരേന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്. നൈമിഷാരണ്യം എന്നാണ് പറയുക. ഈ ഋഷിമാർ സത്രം നടത്തുവാൻ വേണ്ടി എവിടെയാണ് കലിദോഷ നാശത്തിനായിട്ട് സത്രം നടത്തണം, അതിന് എവിടെയാണ് ഉത്തമമായ സ്ഥലം എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ശ്രീ ബ്രഹ്മാവിനോട് പോയി ചോദിക്കുകയും ബ്രഹ്മാവ് ഒരു ചക്രം, സൂര്യസദൃശ്യമായിട്ടുള്ള പ്രകാശിക്കുന്ന ഒരു ചക്രം നൽകിയിട്ട് ഈ ചക്രം ഉരുട്ടിക്കൊണ്ട് പോവുക, അത് എവിടെയാണോ ഉടഞ്ഞ് തകർപ്പണമാകുന്നത് അവിടെ നിങ്ങൾ സത്രം നടത്തിക്കൊള്ളുക എന്ന് പറയുകയും ഈ മഹർഷിമാർ ആ ചക്രം ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ സ്ഥലത്ത് വെച്ച് അത് ശിഥിലമായി പോവുകയും അതിനാൽ ചക്രം ശിഥിലമായ സ്ഥലം നിമേഷം എന്ന് പറഞ്ഞാൽ ചക്രം, നൈമിഷം ക്ഷേത്രം ആ ശീർണമായ സ്ഥലം. നിമി എന്ന് പറഞ്ഞാൽ ചക്രം, നേമി ചക്രം, ആ ചക്രം ശിഥിലമായ സ്ഥലം നൈമിഷം. നൈമിഷാരണ്യത്തിൽ വെച്ച് ഈ സത്രം 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം ആരംഭിച്ചു എന്ന് പറയുകയാണ്. ശൗനകാദി മുനികൾ, ശൗനകനും തുടർച്ചയായിട്ടുള്ള മറ്റുള്ള ഋഷികളും എല്ലാവരും ചേർന്ന് കലിദോഷം അകറ്റുവാൻ വേണ്ടി ആരംഭിച്ച 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന, 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം. അവിടെ സ്വർഗായൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവർ കൂടി എത്താൻ ആഗ്രഹിക്കുന്ന സ്വർഗായൻ എന്ന് മഹാവിഷ്ണുവിനെയാണ് പറയുന്നത്. ലോകായ പ്രാപ്തി, സ്വർഗായ ലോകായ എന്ന് പറഞ്ഞാൽ സ്വർഗായൻ്റെ അടുത്ത് പ്രാപ്തി, ഹരിപ്രാപ്തിക്കായിക്കൊണ്ട് സത്രം ആരംഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.